നമസ്കാരം. ഇന്ന് നമ്മൾ ലേഡീസ് ബാൻഡിൽ സംസാരിക്കുന്നത് സ്ഥാനാർബുദത്തെക്കുറിച്ചാണ്. നിരവധി തെറ്റിദ്ധാരണകളുള്ള ഒരു അസുഖമാണിത്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം GG ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി ഗോപനാണ്. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ സ്വാഗതം. നമസ്തേ. താങ്ക് യു ഡോക്ടർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ള ഒരു അസുഖമാണ് സ്ഥാനാർബുദം. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സ്ഥാനാർബുദത്തെ എത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ട്, അതിനെങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ പരിശോധനകൾ നടത്തേണ്ടത്? ഈ സ്ഥാനാർബുദം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ്. ഇപ്പം സ്ത്രീകളെ നോക്കിയാലും പുരുഷന്മാരെ നോക്കിയാലും ലോകമെമ്പാടും ഒന്നാമതായി നിൽക്കുന്ന ക്യാൻസറാണ് സ്ഥാനാർബുദം. പക്ഷേ നമ്മളിതിനെ ഒരു അർബുദം എന്നുള്ള പേരിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്കങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള വഴികളുമുണ്ട്. അത് സ്ക്രീനിങ് മാമോഗ്രാം വഴിയാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിരവധി മാർഗ്ഗരേഖകളുണ്ട്. 50 വയസ്സിന് ശേഷം 2 വർഷം കൂടുമ്പോൾ നമുക്ക് സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യാം. അതല്ല ഫാമിലിയിൽ ഇതുപോലെ ക്യാൻസറുടെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വയസ്സിന് ശേഷം നമുക്ക് വർഷാവർഷവും മാമോഗ്രാം ചെയ്യാം. ഈ മാമോഗ്രാം എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു എക്സ്റേ ആണ്. ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നത് പോലെയാണ് മാമോഗ്രാം. അല്ലാതെ വേറെ ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നുമല്ല. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു അസുഖമല്ല സ്ഥാനാർബുദം. അതെ. ഒപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡോക്ടർ എപ്പോഴും നമ്മൾ സ്ത്രീകളെ കുറിച്ചാണ് സംസാരിക്കാറ്. പക്ഷെ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള, പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? വളരെ നല്ല ചോദ്യമാണ്. ഈ പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം, പക്ഷേ അത് വളരെ റെയറാണ്. സാധാരണയായിട്ട് കാണാറില്ല. പല ആൾക്കാർക്കും അതിനെപ്പറ്റിയുള്ള അറിവുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഇങ്ങനെയുള്ളൊരു ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു മാറിലൊരു തടിപ്പായിട്ട് വരാം, ചിലപ്പോൾ അത് പൊട്ടി അൾസറേഷൻസ് വരാം, കക്ഷത്ത് അതായത് ആംപിറ്റിൽ മുഴകളായിട്ട് വരാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. ഇതിന് സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല, പുരുഷന്മാരിൽ ഈ ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സാണ് കൂടുതലായിട്ടും വരുന്നത്. ചികിത്സയിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് കുഴപ്പമില്ലാന്ന് വെച്ചിരുന്നാൽ മറ്റ് അവയവങ്ങളിലേക്കെല്ലാം സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഈ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസ് ഒക്കെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു കാരണം, അതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോൾ. അപ്പോൾ ഈ ആണുങ്ങളിൽ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ കൂടുതലായി വരുന്ന സാഹചര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ടെസ്റ്റിസ് ശരിയായി ഡെവലപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടെസ്റ്റിസിന് ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, മംസ് പോലത്തെ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ സംഭവിക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻ, സിറോസിസ്, ലിവറിനുള്ള പ്രോബ്ലംസ്, അങ്ങനെയെല്ലാം വരുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയും അത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. പത്മനാഭൻ. ഡോക്ടർക്ക് കേൾക്കാം, സംശയം ചോദിച്ചോളൂ. കോള് കട്ടാണ് ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഡോക്ടർ, ഈ പ്രീതി മലപ്പുറത്ത് നിന്നും ഒരു കോളറുണ്ട്. പ്രീതി, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ പറഞ്ഞോളൂ പ്രീതി, കേൾക്കുന്നുണ്ട്. പ്രീതി കേൾക്കാം, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. അതെ, എന്റെ ആങ്ങളുടെ മോൾക്ക് 10 വയസ്സായിട്ടുള്ളൂ. അവരെ അമ്മ സ്ഥാനാർബുദമായിട്ട് മരിച്ചിട്ട് 2 വർഷമായി. ഹലോ, കേൾക്കുന്നുണ്ട് പ്രീതി, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ആങ്ങളുടെ മകൾക്ക് 12 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിയുടെ അമ്മയ്ക്ക് സ്ഥാനാർബുദമായിരുന്നു, അമ്മൂമ്മയ്ക്കും സ്ഥാനാർബുദമായിട്ട് മരിച്ചുപോയി. അപ്പൊ ഞങ്ങൾക്കൊരു പേടി, അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അമ്മയ്ക്ക് ഏത് വയസ്സിലാണ് സ്ഥാനാർബുദം കണ്ടുപിടിച്ചത്? അമ്മയ്ക്ക് ഒരു 32-33 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അമ്മ മരിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട്. അതെയോ, ശരി. അമ്മൂമ്മയ്ക്കാണെങ്കിലോ ഇതുപോലെ നേരത്തെയാണോ കണ്ടെത്തിയിരുന്നത്? അമ്മൂമ്മയ്ക്കും ഇതുപോലെ 30 വയസ്സ് 40 വയസ്സ് സമയത്താണോ കണ്ടെത്തിയിരുന്നത്? എന്റെ അമ്മയ്ക്കല്ല, ആങ്ങളുടെ. ശരി. നമുക്ക് ഇങ്ങനെ ആങ്ങളുടെ മകൾക്ക് 12 വയസ്സായിട്ട് ആയിട്ടുള്ള ആ കുട്ടിന്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും സ്ഥാനാർബുദമായിട്ടാണ് മരിച്ചുപോയത്. ഓക്കെ. അപ്പൊ ഒരു കുറച്ച് അമ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. പ്രീതി, ഇതിനകത്ത് ഇപ്പം ഒരു കുടുംബ ഈ പാരമ്പര്യം കാരണം, ജനറ്റിക്സ് കാരണം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി ചില ഈ ജനിതകമായ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. BRCA എന്നുള്ള ജനറ്റിക് ടെസ്റ്റും കാര്യങ്ങളുമുണ്ട്. ഈ ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം.
ഈ കുഞ്ഞിന് ഇപ്പം ഈ 12 വയസ്സിൽ നമുക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. പക്ഷേ കുറച്ചും കൂടെ ഈ നേരത്തെ ഇതുപോലെ ഈ മാമോഗ്രാം ടെസ്റ്റിംഗ്, അതുപോലെ ജനറ്റിക് ടെസ്റ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞ് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഉള്ള ചില കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ ടെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് ഒരു ജനറ്റിക് കൗൺസിലറിനെയോ ഓങ്കോളജിസ്റ്റിനെയോ കണ്ടതിന് ശേഷം വേണം ടെസ്റ്റിംഗ് ചെയ്യാൻ. ഈ 12 വയസ്സിൽ നമ്മൾ ഇപ്പം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കുറച്ച് കൂടെ കഴിഞ്ഞ് പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഒരു സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അടുത്ത 2 ബന്ധുക്കൾക്കുള്ളത് കാരണം ഒരു ജനറ്റിക് എലമെൻ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ടെസ്റ്റിംഗ് ഇപ്പം നിലവിൽ ആവശ്യമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് പ്രായപൂർത്തിയായതിനു ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ടെസ്റ്റുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രായപൂർത്തിയായി. അല്ല, അങ്ങനെയല്ല, 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, ചെയ്ത് നോക്കാവുന്നതാണ്. ഈ അമ്മയോ അമ്മുമ്മയോ എന്തെങ്കിലും ജനറ്റിക് ടെസ്റ്റ് ചെയ്തതായിട്ട് അറിയാമോ? അമ്മയ്ക്ക് എന്തെങ്കിലും ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ചെറിയ പ്രായത്തിൽ? അത് അറിയായിരുന്നു. കുറച്ച് നാൾ കൊണ്ട് അത് അറിഞ്ഞ് ചികിത്സ നടത്തി ഒരു 1.5 വർഷമൊക്കെ ആകുമ്പോൾ ആള് മരിക്കും ചെയ്തു. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കണ്ടുപിടിക്കാനും അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇപ്പോഴുണ്ട്, നിലവിലുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ശരി പ്രീതി, വിളിച്ചതിന് നന്ദി. സുധ പെരുമ്പാവൂരിൽ നിന്നും ഒരു കോളറോട് ഉണ്ട്. സുധ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എനിക്ക് എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായി, ബ്രസ്റ്റില് ക്യാൻസർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു അതന്നെയല്ല, എനിക്ക് ഇപ്പൊ 55 വയസ്സായി. 55 വയസ്സായി. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചില് ഈ കോള് കട്ടായി. ഒരു ആശങ്കയാണ് പറഞ്ഞത് സുധ. അപ്പൊ ഈ നെഞ്ചിലെന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യണോ ഡോക്ടർ? നെഞ്ചിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യണം. ഈ 55 വയസ്സായ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി അമ്മയ്ക്കും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാമോഗ്രാം എന്തായാലും എടുക്കുന്നത് നല്ലതാണ്. മാമോഗ്രാം ഒരു സ്ക്രീനിങ് മാമോഗ്രാം ആയിട്ടും തടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും മുഴയുണ്ടോ, മുഴയുടെ സ്വഭാവം എന്താണ്, തുടർ ചികിത്സ ആവശ്യമുണ്ടോ, തുടർ ടെസ്റ്റിംഗ് ആവശ്യമുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. സുധ അത് പറയുന്നതിന് മുമ്പ് സുധയുടെ കോള് കട്ടായി. പക്ഷെ എന്തായാലും ആ മാമോഗ്രാം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടറുടെ മറുപടി. അടുത്ത കോളർ അഞ്ജനയാണ്, ഡോക്ടർ കോട്ടയത്ത് നിന്നും. അഞ്ജന, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ അഞ്ജന. എനിക്ക് 33 വയസ്സായി. എനിക്ക് ഇടവിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കുത്തി ഒരു വേദന പോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് പീരിയഡ്സിനോടനുബന്ധിച്ചാണോ എന്നൊരു ഡൗട്ടുണ്ട്. കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഒരു പേടിയാണ് ആ വേദന ഇങ്ങനെ വരുമ്പോ. പീരിയഡ്സ് ആകുന്നതിന് 2 ആഴ്ച മുന്നേ ഒക്കെയാണ് കൂടുതലും വേദന ഉള്ളത്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ വേദന കുറയും. ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഈ ഹോർമോൺ വ്യത്യാസങ്ങളെല്ലാം കാരണം ഇതുപോലെ ബ്രസ്റ്റിൽ കുറച്ച് ചേഞ്ചസ് പോലെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അത് ഭാഗമായിട്ടുള്ള വേദനയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കങ്ങനെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, നമുക്ക് ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. ഇതുപോലെ സിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. യൂഷ്വലി ഇതും ക്യാൻസറുമായിട്ട് അങ്ങനെ സാധാരണ ഒരു ബന്ധമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമുക്കിത് ആ ഒരു ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം വരുന്ന ഒരു കാര്യമാണ്, പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ശരി. സെറീന എന്ന പ്രേക്ഷക വിളിക്കുന്നു കൂത്തുപറമ്പിൽ നിന്നും. സെറീന, സംശയം ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ സെറീന, കേൾക്കാം. സെറീന, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ഡോക്ടർക്ക് കേൾക്കാം, ചോദ്യം ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് പിന്നെ ഞാന് സെറീന, ടി വി ഓൺ ആണ്, അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ച് സംസാരിക്കാമോ? ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. എനിക്ക് കുളിക്കുമ്പോ ഒരു ദിവസം ഞാനിങ്ങനെ ടിവി സെറീന പറഞ്ഞോളൂ. സെറീന കേൾക്കുന്നുണ്ട്.
കോള് കട്ടാണ് ഡോക്ടർ. ഇപ്പം വിളിക്കുന്ന പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചതിന് ശേഷം ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഡോക്ടർ, നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഒരു ആശങ്കയുള്ളൊരു രോഗം കൂടിയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ. നമുക്കുണ്ടോ, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ വരുന്ന എല്ലാ മുഴയും അല്ലെങ്കിൽ വേദനയും ഈ കുത്തിവലിക്കലൊക്കെ പറഞ്ഞത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പല സമയത്തും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ് എന്നൊക്കെയുള്ളൊരു സംശയം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ മുഴകളും എല്ലാ വേദനകളും ക്യാൻസർ അല്ല. സാധാരണ ഈ ക്യാൻസറിന്റെ മുഴകൾ അങ്ങനെ വേദന ഉണ്ടാക്കുന്ന ഒരു മുഴയുമല്ല. ഈ ഒരു യങ് പോപ്പുലേഷനിൽ ഈ ബ്രസ്റ്റിൽ ഇതുപോലെ മുഴ വരാം. ഈ മുഴ വരുന്നത് മിക്കവാറും ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്ത ക്യാൻസറസ് അല്ലാത്ത മുഴയാണ് സാധാരണ രീതിയിൽ കാണാറുള്ളത്. അങ്ങനെയാണെങ്കിലും അത് വളരെയധികം കുറേ നാളായിട്ട് നിൽക്കുന്ന, അങ്ങനെ വലിപ്പമൊന്നും കൂടുതലാകാത്ത രീതിയിലുള്ള മുഴയാണ് ഈ ഫൈബ്രോഡിനോമ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഡോക്ടറിനെ കാണണം, നമ്മളതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ ബയോപ്സി പറയും, ആ ബയോപ്സി ചെയ്ത് നോക്കുക. പക്ഷേ ഫൈബ്രോഡിനോമയ്ക്ക് അങ്ങനെ നമ്മളൊരു സർജറി നിർബന്ധമായും എല്ലാ ടൈപ്പ് ഫൈബ്രോഡിനോമയ്ക്കും ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ചില ടൈപ്പ് ഉണ്ട്, അതിന് നമുക്ക് ചിലപ്പോൾ സർജറി ചെയ്തെടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ഇതിന് ക്യാൻസറുമായിട്ട് ബന്ധമില്ല. അഥവാ ക്യാൻസറായി മാറാനുള്ള സാധ്യത വളരെ 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 ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അതും ചില ടൈപ്പ് ഫൈബ്രോഡിനോമാസിന് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മുഴയും ക്യാൻസർ മുഴകളല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ വേദന വരുന്നത് ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ഈ മെൻസസിൻ്റെ സമയത്ത് വേദന വരാം. അത് സാധാരണയായിട്ട് വരുന്നതാണ്. അതും ക്യാൻസറുമായിട്ട് ബന്ധമില്ല. പക്ഷെ കുറേയും കൂടെ പ്രായമാകുമ്പോൾ, ബിക്കോസ് ഈ പ്രായം ഒരു പ്രധാന ഘടകമാണ് ഈ ക്യാൻസർ വരാനുള്ള. പ്രായം കൂടുന്തോറും ക്യാൻസർ വരാനുള്ള മുകളിലാണ് ഡോക്ടർ ഈ പ്രായം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ റീപ്രൊഡക്റ്റീവ് ഏജിൽ ഇപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം തന്നെയാണ് നമ്മൾ സ്ക്രീനിങ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്നത്. ചെറുപ്പക്കാരിൽ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതലും കാണുന്നത് പ്രായമായ ആൾക്കാരിലാണ്. കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ 40 ഇയേഴ്സ് കഴിഞ്ഞാൽ 50 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു മുഴ കണ്ടെത്തി. മുഴയ്ക്ക് വേദനയില്ലാത്ത മുഴയാണ്. ആ മുഴയോടൊപ്പം കക്ഷത്ത് മുഴകളുണ്ട്, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വ്യത്യാസങ്ങളുണ്ട്, നിപ്പിളിലൂടെ ഡിസ്ചാർജ് ഉണ്ട്, പ്രത്യേകിച്ച് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള രക്തക്കറയുള്ള നിപ്പിൾ ഡിസ്ചാർജ്. ഈ മുഴയ്ക്ക് വലിപ്പം കൂടുതലായിട്ട് കാണുന്നു, ദിവസങ്ങൾ കഴിയുമ്പം കൂടുതലായി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിർബന്ധമായും ഡോക്ടറിനെ കാണണം. ഇതൊക്കെയാണ് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങളായിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ കാണണം. വേദന ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അയ്യോ വേദന ഇല്ലല്ലോ, സാരമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രവണത വേണ്ട. അതാണ് ഏറ്റവും പ്രധാനം. ശരി ഡോക്ടർ, നമുക്കൊരു കോളും കൂടിയുണ്ട്. കാസർഗോഡ് നിന്നും ജോമോൾ ഡോക്ടർക്ക് കേൾക്കാം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ ജോമോൾ. എനിക്ക് ബ്രസ്റ്റിന് ഭയങ്കര വേദനയായിരുന്നു. നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, ബ്ലഡ് പോലെയും ഒഴുപ്പ് പോലെയൊക്കെ. പക്ഷെ ഇപ്പൊ അത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോ അത് കാണുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ ബയോപ്സി വന്നപ്പം റിസൾട്ട് നെഗറ്റീവാണ്, കുഴപ്പമില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വേദനയും, എനിക്ക് നല്ല വേദനയുണ്ട്, ഇങ്ങനെ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു വർഷമായിട്ട് വരുന്നില്ല, ഒരു 3 മാസമായിട്ട് ബ്ലഡ് വരുന്നില്ല. ഓക്കെ ജോമോള്, ഈ ബ്ലഡ് ഈ നിപ്പിളിലൂടെ വരുന്നതിന്റെ വേറൊരു ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? സൈറ്റോളജി ടെസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? മമോഗ്രാമൊക്കെ ചെയ്തതായിരുന്നു. നെഗറ്റീവ് ആയിരുന്നു അല്ലേ? മമോഗ്രാം ചെയ്തിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ബയോപ്സി എടുത്തിട്ട് നെഗറ്റീവ് ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ വേദനയുണ്ട്. നമുക്ക് ഈ മാറിൽ ഇങ്ങനെ പഴുപ്പ് കെട്ടിയാലും അല്ലെങ്കിൽ ഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ബ്ലീഡിങ് വരാം. എന്നുവെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഈ രക്തക്കറ പോലത്തെ ഡിസ്ചാർജ് വരാനുള്ള കാരണം ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ഇൻഫെക്ഷൻ വന്നാലും വരാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇനി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊന്ന് ആ നിപ്പിൾ ഡിസ്ചാർജിൻ്റെ സൈറ്റോളജി ടെസ്റ്റിംഗ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഡക്റ്റ്, ഇപ്പം ചിലപ്പോൾ ഈ ഡക്റ്റിന്, അതായത് ഈ എന്താ പറയുന്നത്, ആ മാമറി ഗ്ലാൻഡിൽ നിന്ന് കുറേ ഡക്റ്റുകൾ വരുന്നുണ്ട്. ഈ ഡക്റ്റിന് ഇൻഫെക്ഷൻ വന്നാലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണിക്കണം. ഇനിയും രക്തക്കറ പുരണ്ട ഡിസ്ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ സൈറ്റോളജി ടെസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വിളിച്ചതിന് നന്ദി. നേരത്തെ നമ്മളോട് സംസാരിക്കാൻ കഴിയാതെ പോയ സെറീന ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. സെറീന, ടിവിയുടെ വോളിയം കുറച്ചോ? എന്നാ ഇനി സംസാരിക്കൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പിന്നെ എന്റെ അർബുദത്തിന് ഇതരായി മൽക്കണ്ണിന് മഞ്ഞ വെള്ളം വരിക, പിന്നെ ഇത് ഓരോരുത്തർ രക്തവും വരിക. ഒരിക്കൽ നമ്മളിട്ട് കണ്ണൂർ വിൻസ് കൊണ്ടുപോയിട്ട് കാണിച്ചു തരും പറഞ്ഞ് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, പക്ഷെ സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നല്ലോണം അങ്ങനെ
ബ്രേസറിന്റെ നമ്മൾ ബ്രേസർ ഇട്ടാല് ബ്രേസറിന്റെ ഇങ്ങനെ മറിയുന്ന ആണ്, അല്ലെ കുളിക്കുമ്പോ മറിയുന്ന. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോ കഴിഞ്ഞ കൊല്ലാന്ന് ഞാൻ കാണിച്ചത് കണ്ണൂര് കിംസില്. അന്നേരം പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം പക്ഷെങ്കില് ഈ സ്ഥാനത്തിന്റെ പിന്നെ ഇങ്ങനെ വെള്ളം വരുന്ന മഞ്ഞ വെള്ളം. ബ്ലഡും വരുന്നുണ്ടോ സെറീന? ബ്ലഡ് കൂടെ വരുന്നുണ്ടോ ഇതിന്റെ ഡിസ്ചാർജിന്റെ കൂടെ? സെറീന കേൾക്കാമോ? ആ ബ്ലഡ് വരുന്നുണ്ടോ സെറീന ഇതിന്റെ കൂട്ടത്തില്? എന്റെ അടുത്ത് ബ്ലഡ് വരുന്നുണ്ടല്ലേ? ഇപ്പൊ പറഞ്ഞാല് കുറച്ച് ഒരു മാസമായി ബ്ലഡ് വരാതെ ഇപ്പൊ മഞ്ഞ വെള്ളാന്ന് വരുന്നത്. സെറീന, നമുക്ക് ഒന്നും കൂടെ ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. എന്നിട്ട് ഈ വരുന്ന വെള്ളത്തിന്റെ ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യണം. ഒരു സൈറ്റോളജി ടെസ്റ്റ് എന്ന് പറയും. അത് 2-3 തവണ നമുക്ക് ചെയ്യാം. നമുക്കൊരു സ്കാനിങ്ങും നിർബന്ധമായിട്ടൊന്ന് ചെയ്ത് നോക്കണം സെറീന. കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സെറീന. എന്തായാലും ഇപ്പോഴുള്ള സ്റ്റേജിൽ എന്തായാലും ഡോക്ടറെ കാണണം എന്ന് തന്നെയാണ് ഡോക്ടർ ഗായത്രി ഗോവൻ പറയുന്നത്. സെറീന എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുക അല്ലേ ഡോക്ടർ? അങ്ങനെ ഒരു വെച്ചോണ്ടിരിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ഉറപ്പായി പോയിട്ട് ഈ നിപ്പിൾ ഡിസ്ചാർജ് സൈറ്റോളജി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് ഈ എന്തെങ്കിലും അബ്നോർമൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ, വ്യത്യാസപ്പെട്ട കോശങ്ങൾ ഉണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അത് ഒരു ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് വീണ്ടും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു ടെസ്റ്റിങ്ങിന് തന്നെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് വന്നുകൊള്ളണം എന്നില്ല. 2-3 ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അതിനോടൊപ്പം നമുക്കൊരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡക്റ്റുകളുടെ അവസ്ഥ എന്താണ്, ഉള്ളിൽ വേറെ എന്തെങ്കിലും മുഴ, നമ്മൾ കാണാത്ത കൈകൊണ്ട് കിട്ടാത്ത മുഴകൾ കിടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതനുസരിച്ചുള്ള ചികിത്സയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ശരി, വൈക്കത്തുനിന്നൊരു കോളറുണ്ട്, ശാന്തകുമാരി. ശാന്തകുമാരി ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്തോ ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാൻ, ചോദ്യം ചോദിച്ചോളൂ. സംസാരിക്കട്ടെ ഡോക്ടറെ? പറഞ്ഞോളൂമേ ഡോക്ടർ. പറഞ്ഞോളൂമേ. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടർ, എനിക്ക് 80 വയസ്സായി. 80 വയസ്സായി, എനിക്ക് 80 വയസ്സുണ്ട്. കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 78 വയസ്സ് എനിക്കൊരു പനി പോലും വന്നാതെ ഇരുന്നു. എനിക്ക് ഈ കീടനാശിനി എടുത്ത ഒരു കാരണം കൊണ്ട് എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു. കീടനാശിനി എടുത്ത കാരണം എന്നാ ഡോക്ടർ പറഞ്ഞ. 78 വയസ്സ് എനിക്ക് പനി പോലും വരാത്ത ആളാണ്. പ്രഷർ മനസ്സിലായി. അപ്പൊ ഇപ്പൊ അമ്മ എന്ത് കാരണത്താൽ വന്നു എന്നാണ്? അത് മാറി കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് അണുബാധയുണ്ടായി. ക്യാൻസർ മാറിക്കഴിഞ്ഞ് അതിന്റെ അടുത്ത് തന്നെ അണുബാധയുണ്ടായി. അതിന് ഓപ്പറേഷൻ നടത്തി. ഇപ്പൊ ഈ കയ്യിന് നീരുണ്ട്, അത് മാറണില്ല. അസുഖം മാറി, കയ്യിന് വലത്തെ കയ്യിന് നീരാ. എല്ലാ ജോലി ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ വളരെ അത് കഴിഞ്ഞ് എനിക്ക് വലത്തെ കയ്യിന് നീരുണ്ട്, അത് മാറിയില്ല. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇപ്പൊ 80 വയസ്സിൽ ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റിൽ അല്ലേ? ബ്രസ്റ്റ് ക്യാൻസറുടെ സർജറിക്ക് ശേഷം അണുബാധ ഉണ്ടായി, കയ്യിലെ നീരും ഉണ്ട്, ഇതല്ലേ അമ്മയെ പറഞ്ഞത്? ഒരു നീര് കെട്ടി കിടക്കുവാണ്. ഞാൻ അതിനൊരു ഉറ തന്നിട്ടുണ്ട് ഡോക്ടർ, അത് ഇട്ടു. ഓക്കെ, എന്റെ നീര് മാറിയില്ലേ? അതെ, അണുബാധ ഉണ്ടായിട്ട് അതിന് ഓപ്പറേഷൻ നടത്തി. ശരി. അപ്പൊ അമ്മ വേറെ എന്തെങ്കിലും ചികിത്സ എടുത്തായിരുന്നോ? വേറെ റേഡിയേഷനോ, വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻസോ, കീമോയോ, അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അമ്മ ടിവിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്, ഫോണിലും ശ്രദ്ധിക്കുന്നുണ്ട്, ഒപ്പം ടിവിയിലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ഉള്ള പ്രശ്നമാണ്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായ അത് എങ്ങനെയാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് കയ്യിലെ നീരിന്റെ കാര്യം? കയ്യിലെ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറുടെ സർജറി എന്ന് പറയുമ്പം ഈ സ്തനത്തിൽ മാത്രമല്ല, മാറിൽ മാത്രമുള്ള ഒരു ഓപ്പറേഷൻ അല്ല ചെയ്യുന്നത്. കക്ഷത്തിലുള്ള കടലകളെയും കൂടെ എടുത്തു മാറ്റും. അത് ഏത് സ്റ്റേജ് ആണെന്ന് അനുസരിച്ചിട്ടാണ് ഈ കടലകളെ എടുത്തു മാറ്റുന്നത്. ചിലപ്പം നമുക്ക് ഫുള്ളായിട്ടുള്ള മുഴുവൻ കടലകളെ എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരില്ല. കുറച്ച് കടലകൾ മാത്രം എടുത്ത് മാറ്റിയാൽ മതിയാവും. അതൊക്കെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നമ്മൾ കടലകളെ എല്ലാം മാറ്റേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ കയ്യിൽ ഈ ലിംഫ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിലെല്ലാം ഉണ്ട്. ആ ലിംഫാറ്റിക് ചാനൽസ് ചിലപ്പം ബ്ലോക്ക് ആവും. ചിലപ്പോൾ ബ്ലോക്ക് ആയതിനു ശേഷം കയ്യിൽ നീര് കെട്ടാം. ലിംഫഡീമ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അത് സർജറിക്ക് ശേഷമോ റേഡിയേഷന് ശേഷമോ ഇതുപോലെ ഈ കയ്യിൽ നീര് കെട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്
ഇപ്പം പല പല പുതിയ സർജിക്കൽ ടെക്നിക്സ് വഴി നമുക്ക് ഈ കക്ഷത്തിലെ സർജറി വളരെ മിനിമലായിട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നീര് കെട്ടുന്നത് വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ എക്സർസൈസാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ സർജറി ചെയ്ത ഉടനെ തന്നെ വേദന ഉണ്ടെങ്കിലും നമ്മൾ എക്സർസൈസുകൾ ചെയ്യണം. ലിംഫഡീമ എക്സർസൈസസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ എക്സർസൈസ് ചെയ്ത് നീര് വരാതെ നോക്കണം. നീര് വന്ന് കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ലിംഫഡീമ സർജറി ആയി തന്നെ ചില സർജറീസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എക്സസൈസിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്, മസാജ് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ആ കയ്യിൽ നമ്മൾ പിന്നെയും ബ്ലഡ് അഥവാ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. BP ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ BP ചെക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു ലിംഫഡീമ ക്ലിനിക് ഫോളോ അപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായി എങ്ങനെ എക്സസൈസ് ചെയ്യണം, ഈ അമ്മ പറഞ്ഞതുപോലെ ഈ ഉറകൾ, കംപ്രസീവ് ബാൻഡേജസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ഒരു റിലീഫ് കിട്ടാനായിട്ട് സഹായിക്കും. ലിംഫഡീമ എന്നുള്ളൊരു പ്രശ്നമാണ് അമ്മ ഇപ്പം ഈ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഈ സർജറിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യം ഈ സ്ഥലം എടുത്ത് മാറ്റുന്ന സർജറി ഉണ്ട്. അല്ലാതെ തന്നെ ഈ നമ്മുടെ അസുഖം അത് മാത്രം മാറ്റിക്കൊണ്ട് സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് വിശദമായിട്ട് അറിയേണ്ടത്. അതിന് മുമ്പ് നമുക്കൊരു കോളുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീകല ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്തേ. എനിക്കാണെങ്കിൽ എന്റെ സ്ഥലങ്ങളിൽ ഈ ചെറിയൊരു ഞൊണല് പോലെ തടിപ്പ് പോലെ വന്നിട്ട് അത് പഴുക്കുന്ന പോലെ വന്നിട്ട് പിന്നെ ആണെങ്കിൽ അതങ്ങ് കരിഞ്ഞ് പാടായിട്ടാണ് അവശേഷിക്കുന്നത്. അതെന്താണ് കാരണം? ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പ്രഷറുണ്ട്, പ്രഷറിന്റെ ഇത് കഴിക്കുന്നുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല. ഇല്ല. ശരി ശരി ശരി. അത് ഈ സ്ഥലങ്ങളുടെ ഇടയിലാണോ വരുന്നത് അതോ തൊലിപ്പുറത്തായിട്ടാണോ വരുന്നത് അതോ കക്ഷത്താണോ? തൊലിപ്പുറത്താണ് വരുന്നത്. ഓക്കെ. അത് ഈ ഫറങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ആ ഒരു പഴുപ്പ് കെട്ടുന്നത് മാത്രമേ ആയിരിക്കുള്ളൂ. മാറിന്റെ അകത്ത് വേറെ ഈ തൊലിയുടെ പുറത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ, ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചില സമയത്ത് അതിനൊരു ചൊറിച്ചിലുണ്ട്, പിന്നെ അതങ്ങ് കരിഞ്ഞ് പാട് പോലെ അതൊരു ചെറിയ തടിപ്പായിട്ട് അവിടെ കിടക്കും. അതിപ്പോ രണ്ടെണ്ണം ഒരു സ്ഥലത്തെ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. നമുക്ക് എത്ര വയസ്സുണ്ട്? എനിക്കാണെങ്കിൽ 50 വയസ്സ്. 50 വയസ്സാണ്. ശരി. ഇത് കേട്ടിട്ട് അത് വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ വിയർപ്പെല്ലാം കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്ന ഒരു ഫോളിക്കുലൈറ്റിസ് പോലത്തെ ഒരു പ്രശ്നമാണെന്നേ തോന്നുന്നുള്ളൂ. പക്ഷെ എന്താണെങ്കിലും 50 വയസ്സായ സ്ഥിതിക്ക് ഒരു മാമോഗ്രാം എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ഡോക്ടറിനെ പോയി കാണണം. ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഡോക്ടർ അത് ഒരു പരിശോധന ചെയ്ത് നോക്കിയാലേ ഇത് കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. പരിശോധിക്കാതെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പരിശോധനയും ഈ 50 വയസ്സായ സ്ഥിതിക്ക് ഒരു മാമോഗ്രാമും എടുത്ത് നോക്കുന്നതിൽ തെറ്റില്ല. ശരി, ശ്രീകല വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഞാൻ ചോദിച്ച ചോദ്യം, ഈ സർജറി ശസ്ത്രക്രിയയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അതിലേറെ ആശങ്കയാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ സർജറി ചെയ്യാം. അതായത് ആ മുഴ മാത്രം മാറ്റിയിട്ട് കക്ഷത്തെ കടലകളും മാറ്റിക്കൊണ്ടുള്ള സർജറി, അതിനെ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും. അതായത് ബ്രസ്റ്റ് മുഴുവനായി മാറ്റുന്നില്ല. മറ്റൊരു സർജറി എന്ന് പറഞ്ഞാൽ മാസ്റ്റക്ടമിയാണ്. മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന് പറയും. അതായത് സ്ഥലം മുഴുവനും മാറ്റുന്ന ചികിത്സയാണ് ആ ചികിത്സ എന്ന് പറയുന്നത്. പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട്, നമുക്ക് എന്തായാലും ക്യാൻസർ വന്നു, ഇനിയിപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ മൊത്തം എടുത്ത് മാറ്റിക്കൂടെ, എന്തിനാണ് നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നത്, ഈ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് പഠനങ്ങൾ ഇതിൻ്റെ ഒരു റിസ്ക് നോക്കാനായിട്ട് നടന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് രണ്ടും ഈക്വൽ റിസ്ക് ആണ്. ചില ആൾക്കാർക്ക് നമുക്ക് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യാൻ സാധിക്കുകയില്ല. ഒരുപാട് വലിയ ട്യൂമറാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ മൊത്തം പടർന്നു കിടക്കുന്ന ട്യൂമറാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് മുഴുവനായി മാറ്റുന്ന സർജറി തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അല്ല, ഒരു ചെറിയ ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ബ്രസ്റ്റിനെ മാറ്റേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു സർജറിക്ക് ശേഷം, അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിക്ക് ശേഷം റേഡിയേഷനും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബാക്കി ബ്രസ്റ്റിനും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയോടൊപ്പം റേഡിയേഷനും കൊടുക്കുമ്പോൾ ഫുൾ മാസ്റ്റക്ടമിയുടെ ഈക്വൽ റിസൾട്ടുകളാണ് കിട്ടുന്നത്. ഒരു ആഡഡ് അഡ്വാൻറ്റേജ് മാസ്റ്റക്ടമിക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായി ബ്രസ്റ്റ് മൊത്തം മാറ്റേണ്ട ഒരു ആവശ്യകതയില്ല. അതിൻ്റെ ഒരു പേടിയും അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് BCS ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായി തന്നെ പ്രൊസീഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അഥവാ നമുക്ക് മാസ്റ്റക്ടമി ചെയ്യേണ്ടി വന്നു, അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമുക്കിപ്പോൾ കോസ്മെറ്റിക്കലി പോലും അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നും അറിയില്ല. അങ്ങനെയുള്ള അത് വേറൊരു സർജറിയാണോ ഡോക്ടർ? അതൊരു രണ്ടാമത്തെ ഒരു സർജറി ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ നമുക്ക് ശരീരത്തിൽ എപ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നൊരു സമയമാണ് പ്രസവം, ഗർഭിണിയായിരിക്കുമ്പോൾ. അപ്പോൾ ഈ സ്തനാർബുദം ഗർഭിണികളിൽ വരാറുണ്ടോ? അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഗർഭിണികളിൽ വരാം, പാലൂട്ടുന്ന അമ്മമാരിൽ വരാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഈ ലാക്ടേഷൻ ടൈമിൽ പാല് കൊടുക്കുന്ന സമയത്തിൽ ബ്രസ്റ്റിൽ കുറേ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മളിങ്ങനെ ഒരു മുഴ കണ്ടാലും ചിലപ്പോൾ ഇതിൻ്റെ മാറ്റമായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് അത് ചിലപ്പോൾ വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് മാറുന്നത്. അതുപോലെ ഈ വേദനയൊക്കെ നമുക്ക് ആ സമയത്ത് സാധാരണ വരുന്നതാണല്ലോ ഡോക്ടർ, അപ്പം നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതെ, നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ, രണ്ട് ബ്രസ്റ്റും തമ്മിലൊരു വ്യത്യാസം കണ്ടു, അല്ലെങ്കിൽ ഒരു മുഴ കണ്ടു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണിക്കണം. കുറച്ച് ഈ അഗ്രസീവായിട്ടുള്ള പെട്ടെന്ന് വളരുന്ന കോശങ്ങൾ അടങ്ങിയ ബ്രസ്റ്റ് ക്യാൻസറാണ് യൂഷ്വലി ഈ ടൈമിൽ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ അനുഭവപ്പെടുകയാണ് രണ്ട് ബ്രസ്റ്റും തമ്മിൽ, അത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ, പാലൂട്ടുന്ന സമയത്തായിക്കോട്ടെ, അങ്ങനെ വന്നാൽ ഡോക്ടറിനെ കാണിക്കുക. പ്രത്യേകിച്ച് പാരമ്പര്യം ഉണ്ടെങ്കിൽ കാണിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കതുപോലെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ പരിശോധനയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബോധവൽക്കരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സെൽഫായിട്ട് തന്നെ നമ്മൾ രണ്ട് ബ്രസ്റ്റും എപ്പോഴും പരിശോധിക്കണമെന്ന് പറഞ്ഞ് ചെറിയ ക്ലാസ്സുകളിൽ, സ്കൂളുകളിലൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്താറുണ്ട്. ഈ ബ്രസ്റ്റ് പരിശോധിക്കണമെന്ന് പറയുമ്പം ബ്രസ്റ്റ് മാത്രമാണോ, അതുമായിട്ട് അനുബന്ധമായ ഭാഗങ്ങളിലൊക്കെ ഉള്ള മുഴകൾ, അതുപോലെയുള്ള വേദന, അതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ടോ ഡോക്ടർ? പ്രത്യേകിച്ച് ഈ കക്ഷത്ത് വരുന്ന ഈ കഴല പോലെയുള്ള ചെറിയ അങ്ങനെ എന്തെങ്കിലും വേദന ഉള്ളതും വേദന ഇല്ലാത്തതുമായ, അപ്പോൾ നമ്മളെ എവിടെയൊക്കെയാണ് എക്സാമിൻ ചെയ്യേണ്ടതെന്ന് ഓർത്ത്? ഇത് നമ്മളിപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഇന്ത്യ പോലത്തെ നമ്മുടെ ഈ കൺട്രിയിൽ നമ്മൾ ഇപ്പം എല്ലാവരും നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാനായിട്ട്. അത് ബ്രസ്റ്റ് മാത്രമല്ല ചെയ്യേണ്ടത്, കക്ഷവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കിടന്നും ചെയ്യുക, ഇരുന്നും ചെയ്യുക. ഇരുന്ന് ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തും നിപ്പിള്, ആ ഭാഗങ്ങളിലെല്ലാം എന്തെങ്കിലും തടിപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. മൂലക്കണ്ണിയിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. തൊലിപ്പുറത്ത് എന്തെങ്കിലും ചുമപ്പുണ്ടോ, പാടുകളുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. മാസത്തിലൊരിക്കൽ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പേടിക്കാനായിട്ടല്ല ഈ കാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പുറം രാജ്യങ്ങളിൽ ഇപ്പം ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇത് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പല സ്ത്രീകളും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഒരു മടി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പറയും, മക്കളോട് എങ്ങനെ പറയും എന്ന് പറഞ്ഞ് മടിച്ചിരിക്കാറുണ്ട്. അത് വേണ്ട. ബിക്കോസ് നമുക്ക് ഈ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, വളരെയധികം നന്ദി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ ഗായത്രി ഗോപനാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ വെച്ചുകൊണ്ടിരിക്കാതെ അത് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് നമുക്ക് ഇത്രയും നേരം ഡോക്ടർ സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത്. വിളിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. സുധാ